ചൂടായി ഇരുന്നിട്ട് മാതിരി വെയിലാണ്. ഇതുപോലെ സ്റ്റീൽ കുപ്പിയിലേക്ക് കൊണ്ടുപോകില്ല, ഇത് കളഞ്ഞിട്ട് പോകില്ല. അപ്പോൾ പുനരുപയോഗിക്കാൻ പറ്റുന്ന പാത്രത്തിലേ നമ്മൾ കൊണ്ടുവരുള്ളൂ. പ്ലാസ്റ്റിക് കവറും നമ്മളത് പൊതിഞ്ഞ് കൊണ്ടുവരാൻ തന്നെ, അഴുക്കാവാതിരിക്കാൻ തിരിച്ചവിടെ തന്നെ കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഇപ്പോൾ സമയം 2-2:30 ഉണ്ടാവും. 10:30 ഇറങ്ങിയതാണ്. തൃശ്ശൂർ ഭാഗത്തേക്ക്, തൃശ്ശൂരൊക്കെ തൃശ്ശൂരിലേക്ക് 27 കിലോമീറ്ററാണ് അവിടെ കാണിച്ചത്. എന്തായാലും ഒരു 2-3 കിലോമീറ്റർ കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ടാവുള്ളൂ. ഒരു 25 കിലോമീറ്റർ കൂട്ട് തൃശ്ശൂരിലേക്ക് ഇനിയുണ്ട്. തൃശ്ശൂരല്ല ഡെസ്റ്റിനേഷൻ, നമ്മളങ്ങനെ പോകുന്നു. ചിലപ്പോൾ തൃശ്ശൂർ പോകാം, ചിലപ്പോൾ വേറെ നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോകാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ. ഇവിടെ വെള്ളം കുടിക്കുന്നു. അതിലിങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചാൽ നന്നായി, സുഖമാണ്. നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതാണ് ടൈഗർ. ഇതിപ്പോൾ ഇനി അതേന്ന് പുറത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ കണക്കാക്കിയല്ല നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ വന്നു. അപ്പോൾ എന്താ പറയുക, വലിയ വിലയൊന്നുള്ള ബിസ്ക്കറ്റൊന്നുമല്ല. ചുമ്മാ 10 രൂപ പോയി. അത് മതി. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുക, അതാണ് പ്രധാനം. ഇവിടെ ഹൈവേ ഉണ്ടാവും. ഹൈവേയിൽ നിന്ന് ഒഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ചേർന്നതിനും ഒരു തോടും, അല്ല തോടല്ല, ഒരു കുളവും, പിന്നെ അപ്പുറത്തെ പാടം, നെൽപ്പാടം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല തണലുണ്ട്, അത് കുഴപ്പമില്ല. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടൊന്നും. ഇന്നൊക്കെ നല്ല രീതിയിൽ വള്ളിപ്പടർപ്പൊക്കെ വെച്ചിരുന്നതാണ്. അതൊക്കെ ഈ നോട്ടമൊന്നുമില്ലാതെ പോയി. തുടക്കകാലത്തൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. പിന്നെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു എന്തൊക്കെയോ. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, തുടങ്ങുമ്പോൾ ഗംഭീരമായിട്ടൊക്കെ തുടങ്ങും, പിന്നെ അത് മെയിൻ്റെനൻസ് ഇല്ല. അതങ്ങനെ കടന്ന് നശിച്ച് നാശമായിട്ട്. അപ്പോളക്കാരുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലാണോ, അതിനൊരു ബിൽഡിംഗ് അവിടെ കണ്ടിരുന്നു. ഹോസ്പിറ്റലാണോ അതൊക്കെ ഹൈവേ കാണാം, വാഹനങ്ങളൊക്കെ പോണത് എന്താ, വാഹനങ്ങൾ പോകുന്നത് കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. ആ പടവ് നമുക്ക് അവിടെ വരെ അതിനകത്ത് മീനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ മീൻ കാര്യങ്ങളൊക്കെ കാണും. അങ്ങോട്ട് നെൽപ്പാടം ആണ് ഇവിടുത്തെ പരിപാടി.
കുറച്ച് സ്ഥലം അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാറ്റി. അപ്പോൾ നമ്മുടെ ഇവിടെയുണ്ട്. അപ്പം എന്തായാലും കുറച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് പോകാനൊന്നും ഇല്ല. മാവാണ് ഇതൊക്കെ, പല ഭക്ഷണങ്ങളൊക്കെ തന്നെ പോയി. വാഴയും കവുങ്ങ് തെങ്ങ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. കൃഷി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്തു വെച്ചു. അത് തന്നെ നോക്കാനൊന്നും ആളുണ്ടാവും. മാസത്തിലോ 2 മാസം കൂടുമ്പോഴൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയത് അതിന് ചിലവാണ് പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക താളത്തിന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. വേണമെന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ യാത്രകളിൽ ഭക്ഷണത്തിന് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. കാര്യമെന്ന് വെച്ചാലേ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി എവിടെ ഹോട്ടലിൽ നിന്നൊക്കെ നടക്കുന്നത്. പിന്നെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നും. ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്കത് വിഷയമൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ റൈഡ് തുറന്നുകൊണ്ടേയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയോണ്ട് കഴിക്കുന്ന വേണ്ട, ഇന്ന് കഴിച്ചാണ്. വേറെ എന്തെങ്കിലും സ്ഥലമൊക്കെ എവിടെയെങ്കിലും കിട്ടുമെന്നറിയാം. ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ കാര്യമാണ്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. നല്ല വെയിലായിരുന്നു. ചെറിയൊരു മഴക്കാറുണ്ട്. ഒരു കണക്കിന് മഴക്കാറുള്ളത് തന്നെ നല്ലത്. പക്ഷേ പിക്ചർ ക്വാളിറ്റി കുറയും. നമ്മളും റൈഡിങ്ങാണ് ഉദ്ദേശിക്കുന്നത്, ബൈക്ക് റൈഡിങ്. കാഴ്ച കാണുക എന്നുള്ള ഒരു സംഗതിയൊന്നും അവിടെ ഇല്ല. അതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് ഇനി പ്രത്യേകം ഒരു കാഴ്ച കാണിച്ച് വീണ്ടും ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ എപ്പോഴെങ്കിലും ഒരു ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കുക പ്രധാനമായിട്ടും. ചുരുങ്ങിയത് 100 കിലോമീറ്റർ, അതും ചുരുങ്ങിയത് അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്റർ സഞ്ചരിക്കുക. കൂടി സഞ്ചരിക്കാൻ പറ്റിയ അത്ര നല്ലത്. കുഞ്ഞുമണീൻ്റെ ഓർമ്മകൾ ചില പ്രത്യേക സന്ദർഭത്തിൽ നമ്മളാ നിശബ്ദനാക്കി കളയും.
എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഒപ്പം യാത്ര ചെയ്യേണ്ടവൻ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം എന്തായാലും വിശപ്പ് മാറിയാൽ തീർന്നു, അത്രേ ഉള്ളൂ. ഇത് നമ്മളെപ്പോലുള്ള ഡ്രൈവേഴ്സ് പൊതുവെ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതന്നെ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഒരു സിസ്റ്റം വെച്ച് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തളർച്ച, ക്ഷീണം വരും, ഉറക്ക ക്ഷീണം വരും. പിന്നെ ആ ഭാരം കൂടി ചില ആളുകൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓരോരുത്തരുടെ താല്പര്യം. ഭക്ഷണം തിരഞ്ഞു പോവുക എന്നുള്ളതാണ് പ്രശ്നം. ഭക്ഷണം തിരഞ്ഞു പോകരുത്. അവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന റെസ്റ്റോറൻറ്റിൽ ഇന്ന സാധനം കിട്ടും, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് അത് കഴിച്ചിട്ട് ബാക്കി റൈഡ് ചെയ്യാം. പിന്നെ ബൈക്കിനും കാറിനൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ പണ്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ എക്സ്പെൻസ് വെച്ച് പറയണ്ട. പാഞ്ഞു പോകുന്നു, എവിടെയും ചെല്ലുന്നു, ആ ഡെസ്റ്റിനേഷനിൽ ചെല്ലുന്നു, കുറച്ച് എന്തൊക്കെയോ എടുക്കുന്നു, ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. യാതൊരു വിധത്തിലും നമുക്ക് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. ആ റൈഡ് പോയായിട്ട് നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് തോന്നില്ല. നമ്മൾ വീട്ടിലിരുന്ന ഫീല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ചെല്ലും, ഇത്ര കണക്കാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും സാധിക്കില്ല കേട്ടോ സൈക്കിൾ റൈഡ് ചെയ്യാൻ. അതിന് നല്ല പവറാണ്. മനസ്സാണ് പ്രധാനം എല്ലാത്തിനും. കോടീശ്വരന്മാരുണ്ട്, ലക്ഷക്കണക്കിൻ്റെ ഇട സൈക്കിൾ വാങ്ങാം. പലരും ചില ആളുകൾ പറയാം സൈക്കിൾ ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. സൈക്കിള് എൻ്റെ കയ്യിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ സൈക്കിളുണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ സൈക്കിളുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മനസ്സാണ് പ്രധാനം. ഇന്നാളൊരു വീഡിയോ ഉണ്ടെങ്കിൽ പുള്ളി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 7 ലക്ഷം രൂപയുടെ സൈക്കിളാണ്. അപ്പോൾ നാട്ടിലുള്ള കുറച്ച് പേരും പുള്ളിയും കൂടി റൈഡ് ചെയ്യണം. മൂന്നാർക്കാണ് പോകണം. അപ്പോൾ പോണത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ്. അപ്പോൾ ഈ 7 ലക്ഷം രൂപയുടെ ജർമ്മനിയിൽ നിന്ന് വന്ന ഈ പുള്ളി മലയാളി തന്നെ ഉണ്ടോ. ഈ പുള്ളി കുറേ കയറ്റമൊക്കെ ചവിട്ടി വന്ന് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇനിയും ഒരുപാട് കയറ്റമുണ്ടെന്ന് പറഞ്ഞുകൂടി പുള്ളി 7 ലക്ഷം രൂപയുടെ സൈക്കിളാണെങ്കിൽ പോലും പുള്ളി പറഞ്ഞൊക്കെ വാചകമാണ്, മടുത്ത് ഇനി കയറ്റം കയറാൻ പറ്റില്ല, ഞാൻ എളുപ്പ വഴി ഉണ്ടെങ്കിൽ നമുക്ക് അതിലേ പോവാം. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ ഗിയറൊന്നും ഇല്ലാത്ത സാധാരണ സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾ ആ വഴി തന്നെ പോകാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം മനസ്സാണ്. 7 ലക്ഷം രൂപയുടെ സൈക്കിൾ ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. സാധാരണ സൈക്കിൾ മതി. സാധാരണ സൈക്കിളിന് ലോകം ചുറ്റുന്ന എത്ര പേരുണ്ട്. മനസ്സാണ് പ്രധാനം. ഇപ്പോൾ ഇതായിട്ട് കാണുന്നത് വാഹനങ്ങളിലൊക്കെ ഇന്ത്യ ചുറ്റാൻ പോകുന്ന ആളുകൾ, സൈക്കിളിന് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഇതൊന്നും എളുപ്പമല്ല. പക്ഷെ ആ എളുപ്പമല്ലായ്മയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും കൊണ്ട് സാധിക്കില്ല. പിന്നെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രമുള്ളതുണ്ട്. അതായത് എന്താ പറയുക, പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയൊക്കെ ഒഴിവായി നോർമലായിട്ട് നമ്മൾ പോകുന്ന ആളുകൾക്ക് മാത്രമേ സൈക്കിൾ
റൈഡ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. റൈഡ് നടത്താൻ പണത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് മാത്രം പോകും. നമ്മൾ ലൈഫിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആവും. എന്നാൽ പണം വേണം, പണം വേണ്ടാന്ന് നമ്മൾ ഒരിക്കലും പറയണില്ല. ആവശ്യങ്ങൾക്ക് പണം വേണം, പണമില്ലാതെ ഒരു കാര്യം നടക്കില്ല. പക്ഷെ അതിൻ്റെ കുറേ പായരുത്, അത് മാത്രമാണ് ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്കൊന്നും പറയാനില്ല. പിന്നെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അതൊക്കെ മണ്ടത്തരങ്ങളാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ്. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിൽക്കും, എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കും. നമ്മൾ എന്തിൻ്റെയോ പുറകെ ഇപ്പം നമ്മൾ വരുന്ന വഴി കാണുന്നില്ലേ, വാഹനങ്ങളൊക്കെ പാഞ്ഞു പോകുന്നു. എന്തിനോ വേണ്ടി പായുകയാണ്, എങ്ങോട്ടേക്ക് പാഞ്ഞു പോകുന്നത് ഒരു ഗുണമില്ല സത്യത്തിൽ. ശരിക്കും സത്യം മനസ്സിലാക്കിയ ആളുകൾ, ഇപ്പം നമ്മൾ ഗുരുക്കന്മാരായിട്ട് ആരാധിക്കുന്ന എല്ലാ മനുഷ്യരും, എല്ലാ ഗുരുക്കളും, ആരും ആയിക്കോട്ടെ, യേശുക്രിസ്തു ആയിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, മറ്റേ മുഹമ്മദ് നബി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ ഒന്നും പണത്തിൻ്റെ പുറകെയല്ല പോയത്, അറിവിൻ്റെ പുറകെയാണ്. ആ അറിവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോർമലായി പോകും. മറ്റേതൊക്കെ വെറുതെയാണ്. നമുക്ക് ആകെ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ, നമ്മൾ ഈ പറഞ്ഞ സ്വത്തും സമ്പാദ്യവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സ്വർണം കൊണ്ടുപോകാൻ പറ്റില്ല, പണം കൊണ്ടുപോകാൻ പറ്റില്ല, സ്വത്തുക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾക്ക് ആകെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു വസ്തു നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അറിവ്. ഇത് മാത്രമേ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും നമ്മൾക്ക്. പിന്നെ ആയിക്കൂടെ ഉള്ളത് അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, എന്നാലും എളുപ്പമല്ല. നമ്മുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബുദ്ധി, നമ്മുടെ ബുദ്ധി, അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേറൊരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടില്ല. നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഓടുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതാണ് അങ്ങനെ പ്രശ്നമുണ്ട്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ട് നമ്മൾ അവരുടെ ഒപ്പം ഓടിക്കൊണ്ടിരിക്കുക. അവരങ്ങനെ ഓടുന്നു, അപ്പം നമ്മൾ ഓടണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓടുന്നതിൽ വേറിട്ട വഴിയിലൂടെ ഓടുക. അപ്പം നമുക്ക് മനസ്സിലാവും ഇതാണ് കാര്യം. അതായത് നമ്മൾ ഒരേ വഴി കൂടി തന്നെ ഒരാൾ പോകുന്ന വഴിയിൽ അതേ റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരുന്നാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പുതിയതൊന്നും കണ്ടെത്തില്ല. ആ കണ്ടെത്തി വെച്ച കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. മറ്റയാൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നല്ലതാണ്, വേണ്ടെന്ന് പറയുന്നില്ല. കാരണം അത് ഒരു സ്മാർട്ട് വർക്കിൻ്റെ ഉദാഹരണം അതാണ്. ഒരാൾ കണ്ടെത്തിയ കാര്യത്തിൻ്റെ പുറകെ ഫോളോ ചെയ്യുന്നത് സ്മാർട്ട് വർക്ക് തന്നെയാണ്. നമുക്ക് അത്ര സമയം ലാഭിക്കാം. പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ പഴയ ആളുകളൊക്കെ, പഴയ നമ്മുടെ സന്യാസി വൈദ്യന്മാരൊക്കെ 1000 വർഷം തപസ് ചെയ്തിട്ടാണ് ഓരോന്ന് ചിന്തിച്ച് എടുത്തതെന്നൊക്കെയാണ് നമുക്കറിയുന്നത്. ആ 1000 വർഷം കൊണ്ട് അവർ നേടിയ അറിവ് അതാണ്. ആ അറിവിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് സ്മാർട്ട് വർക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാനും അതൊന്നും വായിച്ച് മനസ്സിലാക്കാനോ അതെന്താണെന്ന് ചിന്തിക്കാനൊന്നും ആർക്കും സമയവും ഇല്ല, താല്പര്യവും. അതാണ് പ്രശ്നം. പറഞ്ഞ് നമ്മൾ ഫിലോസഫിക്കലി ഇവിടെ വന്നിരുന്ന പെട്ടെന്നൊരു വട്ട് പോലെ ആയിരിക്കും. ഇതിലാവട്ടെ, നമുക്ക് പറയാനുള്ളത് പറയാതിരുന്നോ, എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതിനുവേണ്ടി പറഞ്ഞാൽ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാ ഈ കവറ് നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം. ഇതിവിടെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ചെയ്യില്ല, ഒരു ഈച്ച വന്നുണ്ട്. ഈച്ചയല്ല, ഒരു തേനീച്ചയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും, ബാഗിലിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട്. എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ബാക്കി വരുന്ന ഈ കവറ് നമ്മൾ ബാഗിലിട്ട് തിരിച്ചു കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് മുനിസിപ്പാലിറ്റി അവർക്ക് മാസം വരുമ്പോൾ അവർക്ക് ആ കൂട്ടത്തിലിട്ട് പോകും. അല്ലാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയത് അങ്ങനെയല്ല. ഇതുവരെ നമ്മൾ സൈക്കിളിന് ഈ കവറും ഇതിനകത്ത് ബിസ്ക്കറ്റും കൂടി ചുവന്ന കൊണ്ടുവന്നുള്ളത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ കവറ്, ഈ നിസാര കവറ് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ആ ബിസ്ക്കറ്റിൻ്റെ വെയിറ്റ് ഏതായാലും നമ്മൾ കയറ്റി കഴിഞ്ഞു, അത് കയറ്റി. ഈ കവർ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് മണ്ടത്തരമല്ല, അത് ശരിയല്ല. അത്
പുതിയ തലമുറയോടാണ് നമ്മൾ പറയാനുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഞങ്ങളൊക്കെ 90കളിലെ തലമുറയാണ്. ഞങ്ങൾ അന്നൊന്നും ഇതുപോലെ പബ്ലിക് റോഡിൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഫുഡ് വേസ്റ്റുകൾ ഇതൊന്നും പബ്ലിക് റോഡിൽ നമ്മൾ കാണാനേ കിട്ടില്ല. പക്ക നീറ്റായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ സിനിമകൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. ആ കാലത്തെ സിനിമകളിലൊക്കെ നോക്കിയാൽ നമ്മുടെ റോഡ് സൈഡിൽ മാലിന്യക്കൂമ്പാരമോ ചീഞ്ഞു പുഴുത്തമാണോ ഒന്നുമില്ല. നായ്ക്കൾ, തെരുവ് നായ്ക്കളില്ല, ഒന്നും തന്നെയില്ല. പക്ക ഡീസൻ്റായിരുന്നു 90 വരെ. പിന്നെ അങ്ങോട്ട് എന്തോ 90കൾക്ക് ശേഷം ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളായതുകൊണ്ട് വേസ്റ്റ് ഞങ്ങൾ റോഡിലേക്ക് ഇടില്ല. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട കുറേ പിള്ളേരെങ്കിലും, കുറേ പേര് വേസ്റ്റ് പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 50% ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതൊന്നും കണ്ടാൽ പോരാ. ചിലപ്പോൾ 25% ആൾക്കാരെ ഉണ്ടാവുള്ളൂ വേസ്റ്റ് ഇടുന്ന ആൾ, പുറത്തേക്ക് വലിച്ചെറിയുന്ന ആൾ. അല്ലെങ്കിൽ ഇത് കണ്ടാൽ പോരാ. അത് ചെയ്യരുത്. നമ്മൾ വിദേശ രാജ്യത്തേക്ക് നമ്മൾ ഓടിപ്പോവാന്നൊന്നും വിചാരിച്ചാലും നടക്കൊന്നുമില്ല. നമ്മുടെ രാജ്യം വൃത്തിയാക്കുക, വൃത്തിയായിട്ട് സംരക്ഷിക്കുക, സൂക്ഷിക്കുക. എന്നിട്ട് നമ്മളിതൊരു വിദേശ രാജ്യം പോലെ കൊണ്ടു നടക്കുക, വൃത്തിയും പിടിപ്പായിട്ട്, ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഇത്തരം പ്ലാസ്റ്റിക് വേസ്റ്റ് ഒഴിവായാൽ തന്നെ നമ്മുടെ രാജ്യം ഒരു വിദേശ ക്വാളിറ്റിയിലേക്ക് എത്തും എന്ന് കുഞ്ഞമ്മണി പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, അറിയാവുന്നവരൊക്കെ പറയാറുണ്ട്. കുഞ്ഞമ്മണിയുടെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് റോഡിലേക്ക് വലിച്ചെറിയുക എന്നുള്ളതാണ്. അത് തെറ്റാണെന്ന് തന്നെ പറയുന്നത് എപ്പോഴും. അവനും ദേഷ്യമാണ്, എനിക്കും ദേഷ്യമാണ്. ഈ വേസ്റ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇത്തരം സ്ഥലങ്ങളിലൊക്കെ. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ദൂരെയെന്നാണ് പറയുന്നത്. എന്തെങ്കിലാവട്ടെ, ഇതായാലും തിരിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇത്ര സമയം കൂടി ഇരുന്നിട്ടുണ്ട്. ഇനി സമയമൊക്കെ നോക്കിയിട്ട് പറയാം. ഓക്കെ, സമയം നോക്കുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് അത് നോക്കിയേക്കാല്ലേ സമയം. രണ്ടര. ഇപ്പോൾ ഉച്ചയ്ക്ക് 2:30 ആയിട്ടുള്ളൂ. 2:30. ഞങ്ങൾ ചാലക്കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോളോ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത്, ശ്രദ്ധിച്ചില്ല. അപ്പോളോ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി കുടിച്ചിട്ട് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.